നമസ്കാരം. ഉയർപ്പ് തിരുനാളിന് ശേഷം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ചില നല്ല വാർത്തകൾ വരുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ ഇപ്പോൾ തന്നെ പുറത്തു വരികയാണ്. എറണാകുളത്തെ വിമത വിഭാഗം വൈദികർക്ക് വലിയ തിരിച്ചടി നൽകുന്ന വാർത്തയാണ് ഇത്തരത്തിൽ പുറത്തായിരിക്കുന്നത്. എറണാകുളത്തെ 4 പ്രധാനപ്പെട്ട വിമത വൈദികർക്കെതിരെ കടുത്ത നടപടിയിലേക്ക് സഭ നീങ്ങുകയാണ്. സഭയുടെ കോടതിയിൽ ഫാദർ ജോസഫ് പാമ്പാറ CMA അധ്യക്ഷനായ പ്രത്യേക കോടതി പ്രവർത്തനം തുടങ്ങിയിരുന്നു. ഈ കോടതിയിലേക്ക് 4 വൈദികരെ നേരത്തെ തന്നെ വിളിച്ചു വരുത്തിയിരുന്നു. പക്ഷേ എന്നാൽ കഴിഞ്ഞ 3 തവണയും ഇവർ വിളിച്ചപ്പോൾ വന്നിരുന്നില്ല. ഇവർ അതായത് മാതാനഗർ, തൃപ്പൂണിത്തുറ, എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ബസിലിക്ക, ഒപ്പം തന്നെ പാലാരിവട്ടം, ഈ 4 പള്ളികളിലെ വികാരിയച്ചന്മാരാണ്. ഈ 4 പേരും വിമത വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. ഇവർ 4 പേർക്കുമെതിരെ അച്ചടക്ക നടപടി എടുക്കാതിരിക്കാനുണ്ടെങ്കിൽ കാരണം ബോധിപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർക്ക് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ഈ നോട്ടീസിന് ഇത്രയും ദിവസവുമായിട്ടും ഇവർ ഒരു മറുപടിയും നൽകിയിട്ടില്ല. സഭാ കോടതിയിൽ നേരിട്ട് ഹാജരായി തങ്ങളുടെ നിലപാട്, തീരുമാനം വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതിനൊന്നും ഈ വൈദികർ തയ്യാറായിരുന്നില്ല. എന്തായാലും സഭാ കോടതി നിർണായകമായ ചില ചുവടുവെപ്പുകൾ നടത്തിയിരിക്കുകയാണ്. ഈ ഏപ്രിൽ അവസാനത്തെ ആഴ്ച അവർക്ക് 4 പേർക്കും വിവിധ 2 ദിവസങ്ങളിലായി ഹാജരാക്കാനുള്ള നിർദ്ദേശം ഇതിനകം തന്നെ സഭാ കോടതി നൽകി കഴിഞ്ഞു. ഈ ഒരു തവണ കൂടി ഈ വൈദികർ 4 വിമത വൈദികരും നമ്മളുടെ ബസലിക്കയിലെ ഫാദർ വർഗീസ് മണവാളനച്ഛൻ ഉൾപ്പെടെയുള്ള 4 വൈദികരാണ്. ഈ 4 വൈദികരുടെ സ്വഭാവവും രീതിയും പ്രകടനവും ഒക്കെ നമുക്കറിയാവുന്നതാണ്. പലപ്പോഴും തെരുവിലേക്ക് ഈ സഭയിലെ പ്രശ്നങ്ങൾ വലിച്ചടിക്കുന്നതിൽ ഇവർ 4 പേരും മുതിർന്ന വൈദികരാണ്. ഈ 4 വൈദികരും ഒട്ടും മോശക്കാരായിരുന്നില്ല. ഏതായാലും ഇവരെ നേരത്തെ ഈ 4 പേരെയും മാതാനഗറിലായിക്കൊള്ളട്ടെ, പാലാരിവട്ടത്തായിക്കൊള്ളട്ടെ, തൃപ്പൂണിത്തുറയിലായിക്കൊള്ളട്ടെ, ബസലിക്കയിലായിക്കൊള്ളട്ടെ, ഇവരെ ഇടവകയിൽ നിന്നും കൂരിയ തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തതാണ്. വികാരി സ്ഥാനത്ത് നിന്ന് ഇവരെ നീക്കം ചെയ്തതാണ്. എന്നാൽ അതിന് പകരക്കാരായി വന്ന അഡ്മിനിസ്ട്രേറ്റർമാരെ ചുമതലയേൽക്കാൻ സമ്മതിക്കാതെ ഇവർ ചില നാടകങ്ങൾ കളിക്കുകയായിരുന്നു. ഈ നാടകങ്ങളുടെ പശ്ചാത്തലത്തിൽ കുറച്ച് വിശ്വാസികളെങ്കിലും വിമത വിഭാഗത്തിൽ നമുക്കറിയാം, വിമത വിഭാഗത്തിൽ കുറച്ച് വിശ്വാസികളൊക്കെ ഉണ്ട്, ഇല്ല എന്ന് നമ്മൾ പറയാൻ കഴിയില്ല. എറണാകുളം അങ്കമാലിയിലെ ചില ചുരുക്കം വിശ്വാസികളെങ്കിലും ഇക്കാര്യത്തിൽ ഈ വൈദികർ നൽകുന്ന ഈ തെറ്റായ ഉപദേശങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. അവർ കുറച്ച് പേരെയൊക്കെ ഉൾപ്പെടുത്തി പുതുതായി വന്ന അഡ്മിനിസ്ട്രേറ്റർമാരെ ചുമതല ഏൽക്കാൻ തടസ്സം നിൽക്കുകയും അവർക്ക് നേരെ കയ്യേറ്റ ശ്രമങ്ങളൊക്കെ നടത്തുകയും ചെയ്തു. അത്തരത്തിൽ കയ്യേറ്റ ശ്രമം നടത്തുക മാത്രമല്ല ചെയ്തത്, തങ്ങൾ ഇപ്പോഴിരിക്കുന്ന ആ പള്ളികളിൽ നിന്നും ഇറങ്ങിക്കൊടുക്കാൻ പോലും തയ്യാറായില്ല. അവിടുത്തെ കണക്കുകളോ മറ്റു കാര്യങ്ങളോ പുതിയ അഡ്മിനിസ്ട്രേറ്ററെ ഏൽപ്പിക്കാനും തയ്യാറായില്ല. എന്തായാലും ഇതൊരു ചെറിയ അച്ചടക്ക ലംഘനമായി സഭ കാണുന്നില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഇത്തവണ ഈ 4 വൈദികരെയും സഭാ കോടതിയിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഇവർ കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ സഭാ കോടതിയിൽ ഇത്തവണയും എത്താനുള്ള സാധ്യത തീരെ കുറവാണ്. അങ്ങനെ ഇവർ എത്താതിരിക്കുകയാണെങ്കിൽ ഇനി ഇവരെ കേൾക്കേണ്ടതില്ല എന്നുള്ളതാണ് കാനൻ നിയമപ്രകാരമുള്ള നടപടിക്രമം. തുടർന്ന് സാക്ഷികളുടെയൊക്കെ മൊഴി എടുത്തുകൊണ്ട് സഭാ കോടതിക്ക് കൃത്യമായ അച്ചടക്ക നടപടിയിലേക്ക് കടക്കാൻ കഴിയും. അതിലും പ്രസക്തമായ മറ്റൊരു കാര്യം, ഈ സഭാ കോടതിയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ ഈ വൈദികർക്ക് ഇവിടെയെങ്കിലും കഴിയില്ല. ഇവർ വത്തിക്കാനിൽ അപ്പീൽ നൽകേണ്ട സാഹചര്യം ഉണ്ടാകും. വത്തിക്കാനിൽ പൗരസ്ത്യ തിരുസംഘത്തിൽ പോയി അപ്പീൽ നൽകുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ പൗരസ്ത്യ തിരുസംഘം ഈ വൈദികരുടെ അച്ചടക്ക ലംഘനത്തിൻ്റെ പേരിൽ കടുത്ത നിലപാടിലാണ്. ഇവരിനി അങ്ങോട്ട് വന്നേക്കരുത് എന്നുള്ള നിലപാടിൽ തന്നെയാണ് പൗരസ്ത്യ തിരുസംഘം നിൽക്കുന്നത്. സ്വാഭാവികമായും ഇവരുടെ ഈ അച്ചടക്ക ലംഘനത്തെ സഭാ കോടതി അംഗീകരിക്കാതെ ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചാൽ ഇവർ വത്തിക്കാനിൽ പോയി അപ്പീൽ മേടിക്കുക എന്ന് പറയുന്നത് വലിയ ശ്രമകരമായ ദൗത്യമാണ്. അതിലേക്കൊന്നും പോകേണ്ടി വരികയില്ല. ഈ വൈദികർ 4 പേരും സഭയ്ക്ക് പുറത്തു പോകും. ഒരുപക്ഷെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ 4 വൈദികർ പുറത്തു പോയാൽ ഇപ്പോഴുള്ള വിമത പ്രവർത്തനത്തിൻ്റെ ശക്തി ഇതിൻ്റെ 10-1 ചുരുങ്ങുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സഭ കൃത്യമായ നിലപാട് സ്വീകരിക്കേണ്ടി വരും. സഭാ കോടതിയിൽ ഇവർക്കെതിരെ നടപടി ഉണ്ടാവണം. ഇവർ വന്നില്ലെങ്കിൽ ഇവർക്കെതിരെ സാക്ഷികളുടെ പശ്ചാത്തലത്തിൽ നിർത്തി ഇവരെ നടപടികളിലേക്ക് പോകുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സഭാ കോടതിയിലെ നിന്നും വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നതും ഇത് തന്നെയാണ്. എന്തായാലും മണവാളനച്ഛനെ പോലുള്ള ആളുകളുടെ അച്ചടക്ക ലംഘനം ഇനി തെരുവിൽ കാണണ്ട. ഇവരൊക്കെ സഭയിൽ നിന്നും തങ്ങളുടെ വസ്ത്രം ഊരി വേണമെങ്കിൽ ഇവർക്ക് പുറത്തേക്ക് പോകാമല്ലോ. അത്തരത്തിൽ വേണമെങ്കിൽ പ്രതിഷേധിക്കുകയോ വേറെ പുതിയ സഭ രൂപീകരിക്കുകയോ ചെയ്യാം. അത്തരത്തിലുള്ള നടപടികളിലേക്ക് ഇവർ പോകാൻ ഇവർക്കും ഈ ഒരു അച്ചടക്ക നടപടി സഹായകരമാകും. എന്തായാലും സഭയ്ക്കും വിശ്വാസികൾക്കും നല്ലതിനുള്ള തീരുമാനങ്ങൾ സഭാ കോടതിയിൽ നിന്നും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം.